ഞാൻ ശ്രേയസ് മോഹനൻ. ഇന്ന് ഞാനിങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു ബ്ലോഗായിട്ട് എടുക്കാമെന്ന്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പാനിപൂരിയാണ്. ചുമ്മാ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്, എന്നാലും നിങ്ങളുമായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പങ്കുവെക്കാമെന്ന് കരുതി. അപ്പം നമുക്ക് നമ്മുടെ പാനിപൂരിയിലേക്ക് പോവാം. അപ്പം ഞാനിന്ന് ഇപ്പം പോയിട്ട് മേടിച്ച കേട്ടോ, എൻ്റെ ചാറ്റ് മസാലയൊക്കെ തീർന്നായിരുന്നു. ചാറ്റ് മസാല മേടിച്ചിട്ടുണ്ട്, പിന്നെ മല്ലിയില, പിന്നെ പുതിനയില. മല്ലിയില എനിക്ക് ആളടന്ന് ഫ്രീ ആയിട്ട് ഉണ്ട് കേട്ടോ. പിന്നെ പുതിനയില മേടിച്ച്, പിന്നെ ഇഞ്ചി, പച്ചമുളക്. ബാക്കി നമുക്ക് ഞാനന്ന് ഈ പാനിപ്പൂരിയുടെ പൂരി ഞാൻ പീക്കേന്ന് മേടിച്ചതാണ്. അപ്പം അത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ ഓയിലിട്ടിട്ട് നമുക്ക് എടുക്കാം, അതല്ലെങ്കിൽ ഓയിലില്ലാതെ നമുക്ക് എയർ ഫ്രയറിന്ന് നമുക്ക് അങ്ങനെ എടുക്കാം. ഞാൻ സാധാരണ എയർ ഫ്രയർ എന്നാണ് എടുക്കാറ്. അതിനകത്തുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുമ്പോഴേ വലുതായിട്ട് വരും. അപ്പോൾ അത്രയും വായിൽ നമുക്ക് കൊള്ളിക്കാനുള്ള വലിയ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ഒന്നെങ്കിൽ നമുക്ക് ഓയിലിട്ടിട്ടെടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് തീരുമാനിക്കാം. നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു പണിപ്പുരയൊക്കെ ഒന്ന് കഴിയട്ടെ അല്ലേ. അപ്പോൾ ഗൈസ്, നമുക്ക് പാനിപ്പൂരിക്ക് വേണ്ടിയിട്ട് ഈ 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കാം. ഞാനിത് കുക്കറിനകത്തൊക്കെ ഇട്ടിട്ടാണ് പുഴുങ്ങുന്നത്. ഇത് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനുള്ള പാനി ഉണ്ടാക്കാം. അപ്പം അത് നമുക്കിത് കഴുകിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ അപ്പം ഈ പാനിക്ക് വേണ്ടിയിട്ടുള്ള മല്ലിയില ഞാൻ ഈ ജാറിലേക്ക് ഇടുക കേട്ടോ. മല്ലിയില ഉണ്ട്, പിന്നെ ഇത് കുറച്ച് പുതിന ഇലയാണ്. പുതിന ഇലയും ഞാനിത് ഇതിനകത്ത് ഇടുകയാണ്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇടുകയാണ്. പിന്നെ 2 പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ അധികം എനിക്ക് എരിവ് വേണ്ടാന്ന് കരുതിയിട്ടാണ്. നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള നമുക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. ഞാൻ 2 പച്ചമുളകാണ് ഇടുന്നത്, കാരണം ഞാൻ അവിടെ ഒരാളല്ലേ ഉള്ളൂ. അപ്പം ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഏത് സമയം ഇതിൻ്റെ വിസിൽ വരും, കാരണം ഇതിൻ്റെ വാഷറിന് എന്തോ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇത് വിസിലടിക്കുന്നുണ്ടോ വെള്ളം ഇപ്പം വരും. വിസിൽ വന്ന് ഗൈസ്, ഒരു വിസിൽ വന്ന് നമുക്കത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പം നമുക്കിതൊന്ന് അടിക്കാം. ഞാൻ ഇത് ആദ്യം നമുക്കൊന്ന് സെറ്റാകട്ടെ. പക്ഷേ കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് വെള്ളം ചീറ്റിയില്ല കേട്ടോ. ഒന്ന് അടിച്ചെടുക്കാം. വെള്ളം ചേർത്ത് അടിക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് അരയാൻ മതി. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭഗവാനെ, ഇന്നത് മണത്തോക്കല്ലേ. മൂക്കിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും എൻ്റെ അടുത്ത് പറയരുത് ഇങ്ങനെ മണക്കരുതെന്ന് അർത്ഥം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഉരുളക്കിഴങ്ങ് ശരിയായിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മധുരമുള്ളൊരു സോസ് ഉണ്ടാക്കണം. ഇപ്പോൾ പാനിപ്പൂരിൻ്റെ അകത്ത് കുറച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട്. അതിന് ഞാൻ എടുത്തേക്കുന്നത് ശർക്കര, ബെല്ലം എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിൽ ഇതിന് ബെല്ലം എന്നാണ് പറയുക. ഇത് ശർക്കര. ഇപ്പം ഞാൻ ശർക്കര എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ശർക്കരയും കുറച്ച് പുളിയുമാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്പച്ചട്ടി വെക്കുന്നത് കേട്ടോ. ഇതാകുമ്പോൾ പെട്ടെന്ന് കഴിയും, ചെറിയ സാധനമല്ലേ. അപ്പം എനിക്കതുകൊണ്ട് കുറച്ച് മാത്രമേ എടുത്തുള്ളൂ. അതുകൊണ്ട് കുറച്ച് പുളിയും എടുത്തിട്ടുണ്ട്, കുറച്ച് ശകലം പുളിയും. അപ്പം ഞാൻ ഈ ശർക്കര ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കത് മെൽറ്റ് ചെയ്യും. ഈ പുളിയും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ സംഭവം ഇതാ ഇങ്ങനെ ഉരുകി വരും. അപ്പം നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉപ്പ് എന്ന് പറയുന്നത് കുറച്ച് മുളക് പൊടി കേട്ടോ. കുറച്ച് മുളക് പൊടി നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനകത്ത് തന്നെ നമുക്കൊരു ഇച്ചിരി കുറച്ച് മല്ലിപ്പൊടി, ഇത്തിരി മതി കേട്ടോ. ഉണ്ടാവുമെന്ന് എനിക്കെന്നെ അറിയത്തില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്ത് നമ്മുടെ ചാറ്റ് മസാലയും കുറച്ച് ഇട്ട് കൊടുക്കാം. ചാറ്റ് മസാലയും ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച നമ്മുടെ ജീരകത്തിൻ്റെ പൊടി ഞാൻ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അത് കുറച്ചധികം ഇട്ടാൽ നല്ല സ്മെല്ലുണ്ടാകും. എന്നിട്ട് നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അത് കുറച്ച് കുറുകി വന്നിട്ട് ഒരു സോസ് പോലെ ആവും.
അപ്പം അടുത്തത് ഞാൻ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉള്ളിയാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഈ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ആ പുതിനയില, മല്ലി, ആ മിക്സില്ലേ, ആ മിക്സിൻ്റെ അകത്ത് ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് അതിനകത്ത് നമുക്ക് ചാറ്റ് മസാല ഇടാം. ഞാൻ അതിനകത്ത് കുറച്ച് ചാറ്റ് മസാല ഇടുന്നുണ്ട്, കാണിക്കാൻ പറ്റുന്നില്ല അതാട്ടാ. അപ്പം അതിനകത്ത് നമ്മൾ ചാറ്റ് മസാല ഇട്ടതിന് ശേഷം ഞാൻ കുറച്ച് നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച ജീരകത്തിൻ്റെ പൊടി അതിനകത്ത് ഇടുന്നുണ്ട്, കുറച്ച് ജീരക പൗഡർ ഇടുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ചെറിയൊരു ചെറുനാരങ്ങയുടെ പീസ് നേരത്തെ കട്ട് ചെയ്ത് വെച്ചതാണ്. ഈ ചെറുനാരങ്ങ നമുക്ക് ഈ വെള്ളത്തിലേക്ക് കുറച്ചൊന്ന് പിഴിയാം. അങ്ങനെ ഒന്ന് പിഴിതിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് ഇടാൻ പോകുന്നത് ബ്ലാക്ക് സാൾട്ടാണ്, നമ്മുടെ എന്താ പറയുക, കറുത്തുപ്പ്. ഇതിനൊരു ചാറ്റ് മസാലയുടെ ഒരു സ്മെല്ലാണ്. അപ്പം അത് കുറച്ച് നമുക്ക് ഇതിനകത്തിടാം. അതിട്ടിട്ട് നമുക്ക് കുറച്ച് ഉപ്പ്, നമുക്ക് സാധാ ഉപ്പ് നമുക്ക് ഇതിനകത്ത് ചേർക്കാം. ഈ വെള്ളത്തിൽ കുറച്ച് ഐസ് കെട്ടണം വേണ്ടി നോക്കാം. ഇതിനുള്ള ഒരു പരീക്ഷ. ഇപ്പം ഞാൻ കാണിച്ചത് എങ്ങനെയുണ്ടെന്ന്. നേരത്തെ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങാണ്. അപ്പം അത് നമുക്ക് സെറ്റാക്കാം. അപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ആക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമുക്കതിനകത്ത് കുറച്ച് നമുക്ക് ഉള്ളി ഇടാം. നമ്മുടെ ഉള്ളി ഇങ്ങനെ ഇടുകയാണ്. അതിനകത്ത് കുറച്ച് ഉള്ളി ഇട്ട്, പിന്നെ കുറച്ച് മല്ലിയില ഇട്ട്, കുറച്ച് ഉള്ളി, കുറച്ച് മല്ലിയില ഇട്ട്, അതിനകത്ത് നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം. കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ ചാറ്റ് മസാല ഇടാം. കുറച്ച് ചാറ്റ് മസാല ഇട്ടിട്ട് നമുക്ക് ഇതിനകത്ത് നമ്മളെ ജീരകത്തിൻ്റെ പൊടി കുറച്ചിടാം. ജീരകത്തിൻ്റെ പൊടി ഇട്ട്, പിന്നെ നമുക്ക് കുറച്ച് നമ്മുടെ ബ്ലാക്ക് സോൾട്ട് ഇടാം. അതിട്ടിട്ട് നമുക്ക് നമ്മുടെ സാധാരണ ഉപ്പ് ഇടാം. ഞാൻ കുറച്ച് ഉപ്പ് ഇതിനകത്ത് ഇടുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ഈ ചേരുവകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കണം. പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ വിചാരിക്കും നമുക്ക് എയർ ഫ്രയറിൽ കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് മുന്നേ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ PK-ന്ന് മേടിച്ചതാണ്. അപ്പം ഇതാണ് ഒരു പൂരി. ഇതുപോലെ ഉണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് ഇത് കാണേണ്ട ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ. അത് ഇതുപോലെ ഉണ്ടാവുമെന്നൊക്കെ പറയുന്നത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞു കേട്ടോ, അറിയുന്ന ആൾക്കാരുടെ അടുത്തല്ല. അപ്പം റെഡിമെയ്ഡായിട്ട് നിങ്ങൾക്ക് നോക്കിങ്ങനെ വരുമ്പം, റെഡി ആയിട്ട് വരുമ്പം ഇതുപോലെ ഉണ്ടാവുക പൂരി ഇങ്ങനെ. ഈ ഒരു വിരലിൽ നമുക്കേ ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് ഓയിൽ ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഓയിൽ ജസ്റ്റ് തടവിയിട്ട് ഞാനിങ്ങനെ എയർ ഫ്രയറിൽ വെക്കുന്നുണ്ട്. ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. എയർ ഫ്രയറിൽ ഇതുപോലെയാണ് വെച്ചേക്കുന്നത്. അപ്പം നമുക്കിത് ഇതിനകത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് ഓൾറെഡി സെറ്റായതുകൊണ്ടാണ് 155 ഡിഗ്രിയിൽ ഞാനിത് എടുക്കുന്നത്. പക്ഷെ അത്രയൊന്നും ഈ 12 മിനിറ്റൊന്നും വെയിറ്റ് ചെയ്യണ്ട, ഇത് പെട്ടെന്നാവും കേട്ടോ. ചൂടടിക്കുന്നുണ്ട്, എനിക്ക് നല്ല ചൂടുണ്ട്, വേർത്തൊലിക്കുക ഞാൻ. ശരി, നമുക്ക് മീനിനെ കൊണ്ട് അരകൊടക്കം കൊണ്ട് ടേസ്റ്റ് ചെയ്ത് കിട്ടിക്കുക. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിലേ എനിക്കിത് കഴിച്ച് നോക്കാൻ ആൾക്കാർ വേണം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടിരിക്കുമ്പോൾ തന്നെ എടുക്കണം. ഇത് ഭയങ്കര വലുതായിട്ട് വരും ഇതിനകത്ത് വെക്കുമ്പോഴേ. അതുകൊണ്ട് ഞാൻ ഇടക്കിടക്ക് ഇത് തുറന്നു പോകും. ഇത് ഗൈസ് കണ്ടില്ലേ, രണ്ടെണ്ണം ഇതിനകത്ത് ആകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ഇതൊക്കെ കരിയും. ഇത്രയും വലുതാവും ഇത് വെച്ച് ഞാൻ ഇപ്പോൾ എടുത്തോണ്ട്, അല്ലെങ്കിൽ എല്ലാം ഏകദേശം ഈ ഒരു സൈസിലാവും. ചൂടുണ്ട് ഗൈസ്. നമ്മളിതാ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സോസ് വെളുത്ത്. ഇതിനകത്തുള്ള പുളി നമ്മൾ എല്ലാം എടുത്ത് കളയണം. കടലയൊക്കെ നമുക്ക് ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ കടലയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നമുക്ക് പുഴുങ്ങുന്നതിൻ്റെ കൂടെ, ഉരുളക്കിഴങ്ങ് പുഴുങ്ങുന്നതിൻ്റെ കൂടെ കടലയും പുഴുങ്ങാം. നമുക്കിത് ഉള്ളി സെപ്പറേറ്റായിട്ട് ഞാൻ കട്ട് ചെയ്ത് വേറെ മാറ്റിയിട്ടുണ്ട്.
അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ ഇത് ഭയങ്കര വലുതായിരിക്കും, എൻ്റെ വായിലൊട്ടൊന്നും പോകത്തൊന്നുമില്ല. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം, ചെറുത് എടുക്കാം. ഇതിനകത്ത് ചെറുത് വലുത് ഇരുന്ന് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ചെറുതിങ്ങനെ പൊട്ടിച്ച് അപ്പം നമുക്കൊരു സ്പൂൺ എടുക്കാം. ഞാനിത് കുറച്ച് ഉരുളക്കിഴങ്ങ് കൂട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിത് സെറ്റാക്കി ഇതിനകത്ത് കുറച്ച് നമ്മളെ പുളിയും ശർക്കരയുള്ള സോസ് ഞാൻ ഇതിനകത്ത് കുറച്ച് ഒഴിക്കുന്നുണ്ട്. ഇത് ഒഴിക്കുന്നുണ്ട്. കുറച്ചധികം ഒഴിക്കുക. കുറച്ച് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഞാനിട്ട് നല്ല മഴയും കാറ്റും വരുന്നുണ്ട്. എന്നിട്ട് നമ്മളിതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഈ വെള്ളം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതിനകത്ത് ഐസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു തണുപ്പുണ്ട്. അപ്പോൾ നമ്മളിതിനകത്ത് എന്ത് ചെയ്യുക, ഇതിങ്ങനെ നിറച്ചിട്ട് ഇങ്ങനെ നിറച്ചിട്ടോ നിറച്ചിട്ട് ഞാൻ കഴിക്കാൻ പോവാ. കൊള്ളാം. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കൊള്ളാന്ന് പറയുന്നത് ശരിയല്ലല്ലോ. കാര്യങ്ങൾ വിളിച്ചിട്ട് തരാം. അപ്പോൾ നമുക്ക് നമ്മളെ പാനിപ്പൂരി ഒന്ന് എന്ത് ചെയ്യാം, പരീക്ഷിക്കാം. പരീക്ഷിക്കാനായിട്ട് ഞാൻ ഒരു പരീക്ഷണറെ വിളിച്ചിട്ടുണ്ട്. നമ്മളെ കാശിക്കുട്ടനാണ്, മീനുവിൻ്റെ മോനാണ്. ഒരു ഹായ് പറ. ഹായ്. അപ്പോൾ നമുക്ക് ആദ്യം ഇവർ കൊടുത്തൊക്കെ ഇവരാകുമ്പോൾ കറക്റ്റ് പറയാം കേട്ടോ. ചില സമയത്ത് ഇവിടെയുള്ള ഞാൻ ഒറ്റക്കായുള്ള സമയത്തൊക്കെ അവൻ വരും. എന്നെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഇടക്ക് ഫുഡൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അവൻ ഈ പാനിപ്പൂരിയും ഈ ദഹിപ്പൂരി ഇങ്ങനത്തെ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ആദ്യം കൊടുക്കണ്ടേ. കൊടുത്തു നോക്കാം. കുറച്ച് ഉപ്പും ഇതിനകത്ത് ഇടുന്നുണ്ട്. കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം കേട്ടോ. വലിച്ച എങ്ങനെയുണ്ട് കാശി? കൊള്ളാം, കൊള്ളാന്ന് പറഞ്ഞ്. അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, ഒരു ദിവസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. പറ്റുമെങ്കിൽ ഞാനിതൊക്കെ സത്യം പറഞ്ഞെങ്കിൽ ഇങ്ങനെയൊക്കെ പഠിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇനിയും ഇതുപോലത്തെ സാധനങ്ങളൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ട് വരും. ഞാൻ ഇത് മൊത്തം ഇവനെ കൊണ്ട് തീറ്റിക്കട്ടെ. അപ്പോൾ ബായ്. ഒരു ബായ് പറഞ്ഞ. ബൈ.